ഹായ് ഹലോ നമസ്കാരം. ഫിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കരത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ 2 ഒരു വെറൈറ്റി ആണ് അത്. അതല്ല ഇതുവരെ അങ്ങനെ അധികം പേര് ഇറക്കിയിട്ടില്ല. ടീസർ ട്രെയിലർ ഇതുവരെ ട്രെയിലർ 2 ആണ് വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചല്ലേ ഇത്? എന്റെ പോലും നമുക്ക് പാസ്പോർട്ടും സാധനങ്ങളും എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയാലോ? എത്രയും വേഗം ഹോട്ടലിൽ ചെന്ന് പാസ്പോർട്ടും സാധനങ്ങളും എടുത്തിട്ട് കമലിന്റെ വീട്ടിലേക്ക് പോകാം. വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന തോന്നലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും പറ്റുന്നവരേ ഉള്ളൂ. എന്റെ മോനെ വിദ്യാർത്ഥി ഡയലോഗ്. ആരെ പടം ഒന്നും അറിയാമല്ലോ, പാട്ട് എങ്ങനെയാണെന്നും അറിയാമല്ലോ. എന്റെ മോന് എല്ലാരും ഉണ്ടല്ലേ. ഒരു കാര്യമുണ്ട്, ഞാൻ അവസാനം പറയാം. ബ്രാൻഡി സെപ്റ്റംബർ 25 ഇന്ന് 19 6 ദിവസം കൂടെ. എന്തിന് പറയും, സീ മാറ്റി പടമാണ്. ഓ അത് പിന്നെ വിഷയം പടം എന്ന് പറഞ്ഞാൽ ഈ ഇതിലുള്ള എല്ലാ ആക്ടർമാരും ഇതുവരെ ചെയ്യാത്തൊരു പുതിയ വേഷമായിട്ടായിരിക്കും. ബാബുരാജ്, ജോണി ആന്റണി, മനോജ് കെ ജയ്. എനിക്ക് തോന്നുന്നു അവരെല്ലാരും ഇത് നോക്കിയിട്ട് വേറൊരു ഇപ്പൊ വിനീത് ശ്രീനിവാസൻ മൊത്തത്തിൽ പടത്തിന്റെ ഒരു ഇത് മാറ്റാണ്. ആക്ടർമാരെല്ലാരും ഇത് മാറ്റാണ്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ആയിരിക്കും എല്ലാവർക്കും കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ തന്നെ ഒരു ഫ്രഷ് സാധനമാണ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും ചെന്നൈയിലൊന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് കാണാൻ ഒരു പടമായിരിക്കും അല്ലേ. പിന്നെ ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് ചെന്നൈ ഇടാൻ സാധ്യത ഉണ്ട്. സെൽഫ് റോള് വരെ എന്തെങ്കിലും വന്നിട്ട് ഇതില് വിനീത് ശ്രീനിവാസൻ ഗസ്റ്റ് റോൾ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ വരായിരിക്കും. ഇതേ ഞാൻ അങ്ങനെ പറയാൻ കാരണം കനകുന്നിൽ വെച്ച് നമ്മൾ പരിപാടി കാണാൻ അപ്പം ഇതിന്റെ ട്രെയിലർ ഇട്ടായിരുന്നു. അത് തന്നെ. അപ്പൊ ഫുള്ളൊരു വൈബിലൊക്കെയാണ് നിന്നത് പുള്ളി. എന്റെ തന്നെ ട്രെയിലറാ. അങ്ങനെ ഇത്ര കൈയടി എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ണൊക്കെ നിറഞ്ഞു പോയി. അങ്ങനത്തെ ഒരു പരിപാടി. കനകുന്നില് ഓണപരിപാടിക്ക് വന്നപ്പം ഈ ട്രെയിലർ ഇട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സെൽഫ് റോള് പോലെ ചെന്നൈയും കൂടെ മെൻഷൻ ചെയ്ത് പോകുമായിരിക്കും സിനിമയിൽ എവിടെയെങ്കിലും. തീർച്ചയായിട്ടും. അപ്പം ഇപ്പോഴത്തെ എല്ലാരും സെൽഫ് റോള് ആസ്വദിക്കുന്നതാണ്. അപ്പം മിക്കവാറും ഉറപ്പായിട്ടും ചെയ്യുമായിരിക്കും. പിന്നെ ഇതിനകത്ത് എന്താണ് വിനീത് ശ്രീനിവാസന്റെ നമ്മൾ സാധാരണ പടം കാണുമ്പോഴല്ല, വേറൊരു മേക്കിങ്ങും അല്ലേ, ഡയലോഗൊക്കെ നമുക്ക് കൂടെ ഉള്ളവർക്ക് അല്ലെ കൂടെ ഇവാനൊക്കെ ആണെങ്കിൽ വേറൊരു ഒരു ഹോളിവുഡ് ഒരു സ്റ്റൈല് മൊത്തത്തിൽ അത് മാറി. ഇപ്പൊ വിനീത് ശ്രീനിവാസനൊക്കെ അങ്ങനെ ഒരു പടം എടുക്കുമ്പോ നമുക്ക് എന്തായാലും എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തേക്കണത്. മറ്റേ റാപ്പ് പോലെയാണ് മ്യൂസിക്. മൊത്തത്തിൽ അടിപൊളി, വേറെ ഒന്നും പറയില്ല. ആദ്യത്തെ ട്രെയിലറിൽ ഇതുപോലത്തെ മറ്റേ ഒരു മ്യൂസിക് ഉണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ആദ്യത്തെ ഞാൻ പറഞ്ഞ ട്രെയിലർ അല്ല, എനിക്ക് ആ മ്യൂസിക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ട്രെയിലർ ആദ്യത്തെ തന്നെയാണ് കുറച്ചുകൂടെ അടിപൊളി. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽഡിൽ കൊണ്ടുപോകണം. ദൈവത്തിന്റെ കരം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കണം. പക്ഷെ ഇതിന്റെ റാപ്പായിട്ട് പോണ മ്യൂസിക് ഉണ്ട്, ഉയർന്നു അങ്ങനെ ഒരു ഇതുണ്ട്. അതൊക്കെ സൂപ്പറാ, കിടിലോ. പിന്നെന്താണ് ഇതിലെ റൈറ്റർ തന്നെയാണ് ഇതിലെ നായകൻ. പിന്നെ ഇത് എല്ലാരും പറയണ നല്ലൊരു സ്റ്റാറിനെ വെച്ചെടുത്തൂടെയെന്ന്. അത് വിനീത് ശ്രീനിവാസൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ മലയാളത്തില് മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും എല്ലാവരും വിനീത് ശ്രീനിവാസനാണ് കൊണ്ടുവന്നത്. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയാണ് വിനീത് ശ്രീനിവാസന്റെ വരവ്. വിനീത് ശ്രീനിവാസൻ അതുപോലെ പണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പം അജു വർഗീസ് തീർച്ചയായിട്ടും കാണൂല. അപ്പം അങ്ങനെ നോക്കുമ്പോ അതുപോലെ തന്നെ ഇപ്പം അജു വർഗീസ് നിവിൻ പോളിനെയൊക്കെ കൊണ്ടുവന്നപ്പോ വിനീത് ശ്രീനിവാസന്റെ ഒരു ഏറെ ഉണ്ടായിരുന്നു. ആ ടൈമില് വിനീത് ശ്രീനിവാസൻ മേക്ക് ചെയ്ത ഒരു സിനിമകളുണ്ട്. അതിന്ന് മാറി പുതിയൊരു ആളെ മലയാള സിനിമ, പുതിയൊരാളല്ല, പഴയ ആള് തന്നെ, പക്ഷെ ഒരു നായകന്റെ റോളിലേക്ക് മുൻനിരയിൽ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു സിനിമ മേക്കിലോട്ട് മാറുമ്പോഴത്തേക്ക് അപ്പൊ അതിനെ പറ്റി നിനക്ക് എന്താണ് പറയുള്ളത്? നോബൽ ബാബു തോമസ് അല്ലേ?
എടാ അത് തന്നെ നമ്മുടെ മറ്റേ ഗോളം എന്ന് പറയുന്ന സിനിമയിലും അത് വിനീത് ശ്രീനിവാസന്റെ അല്ല, എന്നാലും അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് നമ്മളെല്ലാരെയും പിടിച്ചിരുത്തി ഗോളത്തില്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. പടം എന്തായാലും അടുത്തൊരു 100 കോടി ക്ലബിൽ കയറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉറപ്പായിട്ടും കയറിയിരിക്കും. പിന്നെ ഇതില് ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെയൊക്കെ വരാൻ സാധ്യത വരുവാടാ അവരൊന്നും. പക്ഷെ ധ്യാനം വരാൻ സാധ്യത കൂടുതലാണ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് വരുമായിരിക്കാം. കാരണം ഇപ്പൊ തന്നെ ഏറെക്കുറെ എല്ലാ സ്റ്റാർ കാസ്റ്റിംഗ് കാണിച്ചവരാണ് തോന്നുന്നത്, ഒരു ലെവലിലാണ് ചെയ്തേക്കണം. പിന്നെ എനിക്ക് ചില ഭാഗത്തൊക്കെ നമ്മുടെ പൃഥ്വിരാജിന്റെ രണ സിനിമയില്ലേ, രണത്തിന്റെ ഒരു കളർ ഗ്രേഡിങ്ങും ചില ബിൽഡിങ്സും അതിന് കാരണം ഫോറിൻ ഷൂട്ട് ചെയ്തോണ്ട് തന്നെ അങ്ങനെ ആയിരിക്കാം. പിന്നെ എന്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ ഒക്കെ ഒരു എനിക്ക് ഫുട്ബോൾ കളിക്കാൻ മാത്രമല്ല ഇത് വശം ഉണ്ടെന്നൊക്കെ ഉള്ള ലൈനിലൊക്കെ ഉള്ള പരിപാടി. അപ്പം അതൊക്കെയാണ് അല്ലേ. വെയിറ്റ് ചെയ്യാം. എത്ര 25-ആം തീയതി, ഇനി 6 ദിവസം നമ്മൾ കണ്ടിട്ട് റിവ്യൂ ഇടും. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങളും കാണണം അല്ലേ, എന്നിട്ട് നമ്മൾ റിവ്യൂ ഇടും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിനിമാ വിശേഷങ്ങൾ. ഇത്തരം സിനിമാ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാൻ.